എന്ന് നിന്നെ കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയത് നിന്റെ കഷ്ടകാലം. ഞാൻ എന്തിനാ ഷമീർക്ക് സംസാരിക്കണം? അതിന് മാത്രം ഞാൻ എന്താ തെറ്റ് ചെയ്തത്? അതെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോ അതാണ് ഏറ്റവും വലിയ തെറ്റും ചെയ്തത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, ഉമ്മാടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നീയൊക്കെ ഇവിടുത്തെ വെറും ഒരു വേലക്കാരി, അത്രയും കൽപ്പിച്ചിട്ടുള്ളൂ ഞാനൊക്കെ. എന്ത് ഷമീർക്ക് എന്നോടൊരു സ്നേഹമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? എന്ത് പറഞ്ഞാലും ഉണ്ട് ഇതിന്റെ ഒരു കള്ളക്കരച്ചില്. നിനക്ക് നിന്നിങ്ങനെ കരയാന്നല്ല, നിനക്ക് വേറെ എന്താ എനിക്ക് അറിയാം. നിനക്ക് ഇതൊക്കെ കൊണ്ട് സിനിമയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലേ വല്ല കരച്ചിലുള്ള അവാർഡ് എന്തെങ്കിലും കിട്ടും. ഓ, രാവിലെ തന്നെ തുടങ്ങി. എന്താ മോനെ പ്രശ്നം? ഡാ മോനെ, പിള്ളേരെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ മോളെ പ്രശ്നം? എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകണ്ടല്ലോ അവൻ. എനിക്കൊന്നും അറിയില്ലമ്മ. ഞാൻ രാവിലെ പോയി ചായ കൊണ്ടുപോയി കൊടുത്തതാണ്. എന്നോട് ആരാ ചായ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാ പ്രശ്നം. ഇവനിക്ക് എന്താ പറ്റി? ഇത് ഈയിടെ ആയിട്ട് ഇത്തിരി മാറ്റം പോലെ എനിക്കും തോന്നുന്നുണ്ട്. നന്നോടായാലും എല്ലാം എന്താ ചെയ്യുക, എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തല്ല. നന്നായിട്ട് എന്ത് ചായ കൊണ്ട് കൊടുത്താണോ പ്രശ്നം? എനിക്ക് അവനെന്താ പറയണത് നിന്നോട്? ചായ ഒന്നും ഇല്ലമ്മ പ്രശ്നം. ഷമീർക്ക കുറച്ച് ദിവസം ഇങ്ങനെ എന്താണ് ഇവിടെ മാത്രം എന്തിനാ കടിച്ചു പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പൊക്കൂടെ എന്നാണ് പറയണത്. ഞാൻ അതിന് മാത്രം എന്താ തെറ്റാ ചെയ്തത് ഇവിടെ? അങ്ങനെ പറഞ്ഞാവേ അവനിക്ക് എന്താണ് അവൻ്റെ ഇതിൽക്ക് ഒരിത്? എന്താ നീ പോകാനാ? കടിച്ചു തൂങ്ങി കിടക്കാണ്, നീ പൊക്കൂടെ നിൻ്റെ വീട്ടിലേക്ക് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞാവേ? അതിനാണോ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത്? അവരൊരു കുടുംബത്തോണ്ടിരുത്താനാ? എന്താ എങ്ങനെയൊക്കെ പറയണത്? അപ്പം തന്നെ നീ എന്നോട് പറയണ്ടേ? ഇപ്പം നിങ്ങളുടെ ബഹളം കേട്ടപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വരിക. അപ്പം ഒന്നും മിണ്ടാണ്ട് പുറത്തേക്ക് പോയി. നീ വേജാറാകണ്ട, ഞാൻ ചോദിച്ചോണ്ട്. പിന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടെങ്കിലും നീ ഉമ്മാനോട് പറയും. ഉമ്മാനോട് പറഞ്ഞാലല്ലേ ഉമ്മ അറിയുക. എനിക്ക് അപ്പം തന്നെ അവനോട് ചോദിക്കാനായാലും ഉപ്പാനോട് പറയാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും ഈ മനസ്സിലിട്ട് അങ്ങനെ കൊണ്ടു നടക്കുമ്പോഴേ ഇത് ഉമ്മ അറിയില്ല. എന്ത് ഇവരിങ്ങനെ കന്നം കടിക്കണം പറഞ്ഞിട്ടാണ് നമ്മളറിയുന്നത്. ഇപ്പം അതാ കന്നം കടി കേട്ടപ്പോഴാണ് ഞാൻ ഓടിക്കൊണ്ട് വന്നത്. അപ്പം എന്ത് പ്രശ്നമായാലും ഉമ്മാനോട് പറയും. ഉമ്മാനോട് പറയുന്ന കാര്യം ഉമ്മാനോട് പറയണം, എന്നാൽ തന്നെ ഉമ്മ അറിയുള്ളൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അവനെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിക്കാം അവനോട്. അവൻ്റെ മനസ്സിലെന്താ ഉദ്ദേശം ഞാൻ അറിയട്ടെ. എന്താണെന്ന് എനിക്കറിയില്ല ഉമ്മ. ഷമീർക്കൊക്കെ കല്യാണം കഴിഞ്ഞ തൊട്ട് തുടങ്ങിയതാണ്. കല്യാണത്തിന് ഇഷ്ടമില്ലാണ്ടാണ് ചെയ്തതെന്നാ തോന്നുന്നത് തന്നെ. അങ്ങനെയൊന്നും ഇല്ല മോളെ, അത് നിനക്ക് തോന്നുകയാണ്. അതെ, അവൻ വരട്ടെ, അവൻ വന്നിട്ട് നമുക്കൊക്കെ ശരിയാക്കാം കേട്ടാ. ഈ അതിനെ പറ്റിയിട്ട് ബേജാറാകല്ലേ. കൂട്ടടുപ്പത്താണ്. എന്താന്ന് സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓടിക്കൊണ്ട് വന്നാൽ കൂട്ടാന്ന് പോയി ശരിയാക്കട്ടെ. ഈ വിഷമിക്കണ്ട കേട്ടാ, ഒക്കെ പറഞ്ഞ് ശരിയാക്കാം നമുക്ക്. ഉമ്മാടൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ, ഇപ്പൊ സമ്മതിക്കാണാവോ? ഉമ്മ. എന്താ മോനെ? ഉമ്മാടത്തെ ഒരു കാര്യം പറഞ്ഞ വെച്ചിട്ടാണ് ഉമ്മ. കുറേ ആയി പറയണം നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടുന്നത്. ഇനിയും പറയാണ്ടിരുന്നാലേ നടക്കൂലമ്മ. അതെ ഉമ്മ, ഞാനൊരു കാര്യം പറയാലോ. എൻ്റെ ഓഫീസിലേ ഒരു പെൺകുട്ടിയുണ്ട്. ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് ഇഷ്ടത്തിലാണ് ഉമ്മ. എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഉമ്മ, രണ്ടാം ഭാര്യയായിട്ട്. അല്ല, നീ എൻ്റെ മോൻ തന്നെയാണ്. നിനക്ക് എങ്ങനെയാ മോനെ എങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം വരുന്നേ? ഒരു ഭാര്യ വീട്ടിലുണ്ടാകുമ്പോൾ ഇനിയൊരു പെണ്ണിന് നിനക്ക് പറയാൻ എന്നെ നാവ് കൂച്ചണം. ഡാ, എത്ര കല്യാണം കഴിക്കണവർ കഴിച്ചോട്ടെ, നമുക്ക് അല്ലാഹു നിനക്ക് വിധിച്ചത് അവളാണ്. അത് മരണം വരെ എത്തിക്കട്ടെ എന്ന് റബ്ബിനോട് തേട്. മരിച്ചു പിരിയല്ലാണ്ട് ഒത്തു പിരിക്കരുത്. നീ എന്തുട്ട മോനെ നീ പറയണേ? ചിത്തം ഉണ്ടാകുമ്പോൾ നിനക്ക് വേറൊരു കല്യാണാ? എനിക്ക് പറയാൻ എന്നെ നാവ് കൂശുക. ഒരു തരി നേരം വൈകി നീ വരാനും നേരം വൈകിയാ പറയാ കുട്ടി ഉമ്മ ഷമീർക്ക് എത്തിയിട്ടില്ലല്ലോ, ഉമ്മ ഒന്ന് വിളിക്ക്. ഞാനെടുത്ത് വിളിക്കുമ്പോൾ കിട്ടണില്ല എന്ന്. അത്രയും സ്നേഹമുള്ള കുട്ടിനെയാണോ നീ രണ്ടാമത്തെ കല്യാണം? നാവ് കൂസിന് എനിക്ക് അങ്ങനെ പറഞ്ഞു. എങ്ങനെ മോനെ എങ്ങനെയൊക്കെ പറയാൻ ഉമ്മാക്ക് ഉമ്മ എന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടാ? ഉമ്മാക്ക് എപ്പോഴും നോക്കിയാലും ഉമ്മ അവളുടെ കാര്യം എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞ ഉമ്മ അവളെ കെട്ടിച്ചിരാനേ, പിന്നെ എന്ത് അടിസ്ഥാനം ഉമ്മ സംസാരിക്കാൻ നിൽക്കണത്?
എല്ലാം ഫാമിലിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ എൻ്റെ തല കെട്ടിച്ച്. എൻ്റെ ഇഷ്ടമെന്ന് ആലോചിച്ചിട്ടുണ്ടാ? എന്നാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണോ എൻ്റെ ഒരു വാക്ക് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു, ഉമ്മ രീതിയിൽ ഉമ്മ ചെയ്ത് അനുഭവിക്കട്ട് ഞാനാണല്ലോ അല്ലേ? സത്യം പറയല്ലമ്മ, നിങ്ങളുടെ ഒരു ഒറ്റ ഇഷ്ടപ്രകാരം കൊണ്ട് മാത്രം ഞാൻ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും പോലും ചെയ്തില്ലേ. എനിക്ക് സത്യം പറയാനല്ല, ഇപ്പൊ പോലും ഉണ്ടല്ലോ ഒരു തേരി സ്നേഹം പോലും അവളുടെ അടുത്തില്ല. അറിയാമോ എന്തുകൊണ്ടാണ്? എനിക്കും കൂടി ഇഷ്ടപ്പെടണം. ഇത് എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നില്ല, എനിക്ക് ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പോലും നിങ്ങൾ ചോദിക്കാണ്ടല്ല നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ പോലും ചോദിക്കണം, അതാണ് വേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോവാണ്. സത്യം പറഞ്ഞാൽ ഉമ്മാടെ ആങ്ങളുടെ മോളൊക്കെ തന്നെയാണ്. അത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. എനിക്കും കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവൂലേ, എൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്നുണ്ടാ? നീ എന്താ മോനെ നീ പറയണത്? നീ ഒന്ന് പതുക്കെ പറയടാ, കുട്ടി കേൾക്കൂടാ. എല്ലാം കൊണ്ടും എന്തിനാ ഉമ്മ ജീവനോടെ ഇരിക്കണമെന്ന് ഇപ്പം എനിക്ക് തോന്നുക. നിങ്ങളതിലൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കൊരു വാക്ക് പറയുന്നില്ല. ആ കുട്ടീനെ കല്യാണം ഉറപ്പിച്ചിട്ട് 2 കൊല്ലത്തോളം ഇട്ടില്ലടാ വയസ്സ് തികയാണ്ട്. 18 വയസ്സ് തികയാൻ വേണ്ടി 2 കൊല്ലം നമ്മൾ ഇട്ട് വെച്ചില്ലേ ഉറപ്പിച്ചിട്ട്? അപ്പോഴെങ്കിലും എനിക്കൊരു വാക്ക് പറഞ്ഞ് തോൽക്കാമായിരുന്നില്ലേ? ഇപ്പോൾ വന്നിട്ട് നീ പറയണേ എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമാണ്, എനിക്ക് അവളായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല. എന്തുകൊണ്ടാണ് നീ പൊരുത്തപ്പെട്ടു പോകാത്തത്? എല്ലാവരും ആങ്ങളമാരുണ്ട്, 3-4 പിടിച്ചതിനെ തല്ലി കൊല്ലും. അത്രയും ഉള്ളൂ. ആകെ ഒരു പെൺകുട്ടിയാണ് അവർക്കുള്ളത്. അതിന് എന്തിൻ്റെ കുറവ് കൊണ്ടിട്ടാണ് അവർ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ അവർ കല്യാണം കഴിച്ച് തന്നെ? എന്നിട്ട് നിനക്ക് എന്തും ഇതുമായിട്ട് നിനക്ക് കമ്പനിയിൽ പണിയെടുക്കണ കുട്ടിനായിട്ട് സ്നേഹമാണത്ര. എനിക്കെന്താ പിന്നെ ഒരു വാക്ക് പറയായിരുന്നില്ല? അതിന് ഞാൻ നാട്ടിൽ തരൂല്ലേ? ഇതിൽ പോയിട്ട് കാര്യം വെക്കേണ്ട ആവശ്യമില്ല. ആളറിഞ്ഞാൽ എന്നെ ഫസ്റ്റ് വെട്ടു, എന്നിട്ട് രണ്ടാമത് നിന്നെ വെട്ടു. അത്രേ ഉണ്ടാവുള്ളൂ. പറയാനുള്ളത് പറഞ്ഞു. മര്യാദയ്ക്ക് നീ ആ ബന്ധം നീ ഇതാക്കിക്കോ. എൻ്റെ കൊക്കൽ ജീവനുള്ള കാലം വരെ നീ ആ മനസ്സിലുള്ള കൂതിന് നീ എടുത്തു കളഞ്ഞോ? നടക്കില്ല, പറഞ്ഞ് നടക്കില്ല. അവൾ തന്നെ നിൻ്റെ ഭാര്യ. ആ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ്. ഉമ്മ കുറേ ദിവസമായി ഉമ്മ, ഞാൻ ഉമ്മാട് പറയാണ്ടാണ് ഉമ്മന്ന്. എങ്ങനെ മോനെ നിനക്ക് ഇതൊക്കെ തോന്നുന്നത്? ആ കുട്ട മോൻ കാണുമ്പോൾ എന്ത് നല്ലൊരു കുട്ടി. ഇതുപോലൊരു കുട്ടി തിരഞ്ഞു പോടാ നീ. ഇപ്പൊ കണ്ടിട്ടുണ്ടാവും തള്ളച്ചിനെ. ആ തള്ളച്ചിനെ വേണമെങ്കിൽ എനിക്ക് സ്വന്തമാക്കാൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. നടക്കില്ല. ആ പൂതി നീ മനസ്സിൽ നിന്ന് കളഞ്ഞോ? ഒരിക്കലും നടക്കില്ല. ഉമ്മ, ഞാൻ ഉമ്മാടെ തല്ലിവിടാൻ വന്നതല്ല. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടമില്ലാത്തവരോട് ഞാൻ എങ്ങനെയാകുമ്പോൾ ജീവിക്കുക, അതുകൊണ്ട് മനസ്സിലാക്ക്. ഞാൻ കുഞ്ഞിപ്പാടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാനും കുഞ്ഞിപ്പും കൂടെ പോകാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് വരണം, വായോ ഒന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതല്ല, ജസ്റ്റ് പറയാൻ വേണ്ടി, ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. വേറെ ഒന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടം തന്നെയാണ്. ഞാൻ അവളെ തന്നെ കല്യാണം ആയിക്കോളൂ. പഠിച്ച റബ്ബേ, ഞാൻ എന്താ കേൾക്കണം? എന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നു? പഠിച്ചവനെ, ഞാൻ എന്താ പറയാ? കുട്ടിയുടെ ഉപ്പ മാങ്ങളറിഞ്ഞാൽ ഞാൻ എന്താ പറയാ അവനോട്? എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഞാൻ ആരോടെ പറയാ, എങ്ങനെയാ പറയാ? ഞാൻ ആ പെൺകുട്ടി അറിഞ്ഞാൽ എന്താവും? എനിക്കൊന്നും വയ്യ റബ്ബേ. നമുക്ക് ഈ നീറി തീയൊക്കെ തിന്നാനുള്ള വിധി വെച്ചിരിക്കണം. ഫോണടിക്കണ്ടല്ലോ, ചിത്തുവാണല്ലോ. ഹലോ ചിത്തു, എന്താ മോളെ? ഞാനാ വീട്ടിൻ്റെ അടുത്ത്, വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാണെന്ന്. എന്തേനാ? ഒന്നുമില്ലപ്പാ, ഉപ്പാനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വിളിച്ചതാണ്. അല്ല, എന്താ മോളെ കരയണ്? എന്താ സംഭവം? എന്താ ഉണ്ടായി? പറയേ. ഒന്നുമില്ലപ്പാ, അത് കണ്ണിൽ പൊടി തട്ടിയപ്പോൾ ഉപ്പാക്ക് തോന്നിയതാ. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ലപ്പാ. അല്ല, ഒന്നുമില്ല പറയില്ല. എന്താ മോള് കരയണേ? എന്താ കാര്യം? പറയേ. പറഞ്ഞല്ലേ അറിയുള്ളൂ ഉപ്പാക്ക്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോപ്പാ എനിക്ക് ജീവിക്കാനേ തോന്നണില്ല, മരിക്കാനാ തോന്നണത്. അപ്പോൾ ഉപ്പാനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചതാ. മോള് എന്ത് വർത്താനം പറയണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ? അപ്പോൾ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പറയാൻ പറഞ്ഞാൽ പറയൂല. ഞാൻ ഇപ്പോൾ ഫോൺ അവിടെ വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോൾ വരാം ഞാൻ. ഹലോ ഹലോ, ഇപ്പോൾ ഫോൺ വെച്ചെന്നല്ലോ പടച്ചോനെ. നീയൊക്കെ ഒരു കുഞ്ഞിപ്പയാടാ. നിന്നെ കുഞ്ഞിപ്പാന്ന് പറയാൻ എനിക്ക് ഡാ. കുഞ്ഞിപ്പാന്ന് പറയുമ്പോൾ ഒരു ഉപ്പാൻ്റെ സ്ഥാനമാണ്. ഈ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുമോ? നീ അവൻ്റെ കൂടെ കൂട്ടുപോകുമോ? അവൻ്റെ കൂടെ ഒന്നും അല്ലെങ്കിൽ നീ ഒരു ഉപ്പാൻ്റെ സ്ഥാനമല്ല അവനക്ക്. അവനക്കൊരു ഭാര്യ ഉള്ളതെന്ന് നിനക്കറിയില്ലേ? എന്താണ്ട് കുറവ്? അപ്പോൾ അവൻ നിന്നോട് അങ്ങനെ പറയുമ്പോൾ നീ പറയണ്ടേടാ, സെമീറ നിനക്കൊരു ഭാര്യയുണ്ട്, അത് നിൻ്റെ മാമാടെ മോളെയാണ് കല്യാണം കഴിച്ചിരിക്കണത്.
നല്ലൊരു പെൺകുട്ടിയല്ലേ, നല്ലൊരു കുടുംബം കിട്ടിയില്ല, ഇനി എന്താ നിനക്ക്, അതൊക്കെ വിട് എന്ന് പറഞ്ഞ് നീ ഉപദേശിച്ച് കൊടുക്കുമോ, നീ അവൻ്റെ കൂടെ പോകുമോ? എനിക്ക് നിനക്ക് വിളിക്കാൻ നിൽക്കായിരുന്നു ഞാന്. കാര്യം പറയാം മോനെ, ആ പെൺകുട്ടിയുടെ സ്വഭാവമുണ്ടല്ലോ ഒരിക്കലും മാറില്ല കേട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട, ഇതാര് കൂട്ടു നിന്നാലും ശരി അവർക്ക് ഇത് കിട്ടും, കിട്ടാതെയൊന്നുമില്ല. അത്രയും വേദനിച്ചിട്ട് പറയണേ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ എന്താ ചെയ്യുക, അവനെ അതന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് പോണത്. നിങ്ങൾ ആരും നിന്നില്ലെങ്കിലും വേണ്ട, ഉമ്മാനോടൊരു പറയേണ്ട ഒരു കടമുണ്ട്, ഞാൻ പറഞ്ഞത് മാത്രം. ഞാനേ കുഞ്ഞിപ്പാനെ വിളിച്ചിട്ട് ഞാൻ പോവാണ്, ഞാൻ അതിന് എന്നെ കെട്ടുന്നാ പറയണത്. വീട്ടിലൊരുത്തിന് ഞാൻ എന്താ ചെയ്യുക? അവളെന്ത് കുറവാണ്, അവളെന്ത് തെറ്റാണ് ചെയ്യുന്നത് അവനോട്? അവൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവളോട് നല്ലപോലെ ഒന്ന് വർത്താനം പറയുക, ചിരിക്കുക, കളിക്കുക ചെയ്തിട്ടില്ല. ആ കുട്ടി ഇതുവരെയും സഹിച്ചിരുന്നില്ലേ? ഇന്ന് ഭയങ്കര പ്രശ്നം. അപ്പോൾ എന്തേന്ന് ചെന്ന് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി കുറച്ച് മിഴുകി കുറച്ച് പറയുന്നത്. പുറമെ ഒരാളാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇത് പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റിയതാണ്. കുഞ്ഞിപ്പന്മാരെന്നെ ഇങ്ങനെ മക്കൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് എന്താടാ മോനെ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതൊന്നും വേണ്ട, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നീ പറഞ്ഞ അവൻ കൂട്ടാക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കും മോനെ. ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ലടാ, കല്യാണം കഴിഞ്ഞ് ഭാര്യ കുടുംബത്തുണ്ടാകുമ്പോൾ ആരാണ് മോനെ ഇത് സഹിക്കുക? ഒരു മാമാടെ മോളല്ലടാ, അതിനെ നമ്മൾ ശാപം കണ്ണീര് നമുക്ക് തീരൂല ട്ടാ. പറഞ്ഞ് പറ്റുകയാണെങ്കിൽ നീ അവനെ ഒന്ന് ഉപദേശിച്ച് കൊടുക്കും. 2 കൊടുത്തുകൊണ്ട് നീ ഉപദേശിച്ചോ, ആരൊന്നും ചോദിക്കൂല. എന്തിനാ തല്ലി മറ്റൊരാളും ചോദിക്കൂല. കൊടുത്തോ, 2 കൊടുത്തിട്ട് നീ മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളൊക്കെ അല്ലേ ഒരു തരി പേടി, നിങ്ങളെയൊക്കെ അല്ലേ വേണ്ടത്. നിങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യും? എന്നാൽ ശരി, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ ശരി എന്നാ. എന്താ ചെയ്യുക? മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മോള് വിളിച്ചിങ്ങനെ കരയില്ല. എന്താ ഉണ്ടായെന്ന് അറിയില്ലല്ലോ. ഇവരെല്ലാവരും കൂടെ മോളെ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കരയില്ല. അതാരോ നിൽക്കുക, കേറിക്ക. എന്താ അവിടെ തന്നെ നിൽക്കണേ? വായോ, ഇത്ത വന്നില്ലേ? ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നല്ല. എൻ്റെ മോള് ഫോൺ വിളിച്ചിട്ട് ഒരേ കരച്ചിൽ. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് അതറിയാൻ വേണ്ടി ഞാൻ വന്നത് ഇവിടെ. ഇക്ക ഇങ്ങോട്ട് വായോ, അകത്തിരുന്ന് വർത്താനം പറയാം. ഇപ്പുറത്തുള്ളവരൊന്നും കേൾക്കണ്ട, ഇത്തിരി കട്ടി ഇത്തിരി ആക്കും. ഇത് വന്നേ, നമ്മുടെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇരിക്കി ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതെ, എന്നെ ഇരുത്തണ്ട, എൻ്റെ മോളൊന്ന് വിളിച്ചേ, ഞാൻ ചോദിക്കട്ടെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ, ഒന്ന് വിളിച്ചേ. എന്തൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണേ? ചിത്തുവിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ മോൾ തന്നെ എൻ്റെ മോള്, എൻ്റെ ആങ്ങളുടെ മോളല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയാ ഒരു മരുമകളായിട്ടാണ് കാണുക? ഇക്ക വിചാരിക്കണ പോലെ ഇവിടെ ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഇക്കാനെ കാണാൻ തോന്നിയപ്പോൾ ഇക്കയുടെ സൗണ്ട് കേട്ടപ്പോൾ കരഞ്ഞതാകും. അല്ലാണ്ട് ഇവിടെ അത്രമാത്രം ഒരു പ്രശ്നമില്ല. എത്ര വിഷമിച്ച് ഓടിപ്പാഞ്ഞിട്ട് വരുന്നത് ഇങ്ങനെ ഇതാ ഒന്നായിട്ട് വേർത്തിട്ട്. ഞാൻ വേണമെങ്കിൽ ചിത്തുമാനെ വിളിക്കാം, ചിത്തുവിനോട് സംസാരിക്കും, അപ്പോൾ ഇക്കാക്കൊക്കെ ശരിയാവും. ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ പറഞ്ഞത്. നീ പറയണ പോലെ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞത്. അവൾ വിളിച്ച ഒരേ കരച്ചിലാ. എന്നിട്ട് ഞാനിപ്പം മരിക്കുന്നു കൊണ്ടിരുന്നു. അതാണ് എനിക്ക് ഓടി വരാൻ കാരണം. ഒന്നില്ലെങ്കിൽ എൻ്റെ മോളല്ലേ, എനിക്ക് വിഷമില്ലാണ്ടിരിക്കുമോ? ഞാൻ എന്തിനാ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എൻ്റെ പെങ്ങളുടെ മോനൊക്കെ നന്നായി നോക്കും വെച്ചിട്ടല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മോളിരിക്കുക? അന്യം ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ? സ്വന്തമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ ചിത്ത ഒന്ന് വന്നേ, എവിടെ ഇന്ന് വിളിച്ചത് നിങ്ങൾ? എന്താ മോളെ, എന്താ മോൾക്ക് പറ്റിയത്? അതേ മോളെ, ഉപ്പ എന്തൊക്കെയൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടേ മോള് വിളിച്ചത്രേ. വിളിച്ച് എന്തൊക്കെയൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ട് ഉപ്പ ഓടി പാഞ്ഞിട്ട് വന്നിരിക്കണേ. എൻ്റെ മോൾക്ക് എന്താണ്, എൻ്റെ മോൾ എന്ത് ചെയ്ത് എന്തൊക്കെയൊക്കെയോ പറയണു. മോള് പറഞ്ഞു കൊടുത്തേ, ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഉപ്പ എന്തൊക്കെയൊക്കെയോ പറയണേ. എന്തൊക്കെയല്ല, എൻ്റെ മോള് മരിക്കാൻ പോണെങ്കിലേ എന്തോ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതില്ലാണ്ട് ആ മോള് വിളിച്ചിങ്ങനെ കരയില്ല, അങ്ങനെ പറയൂല. ഇവിടെ എന്തൊക്കെയോ സംഭവം നടന്നുണ്ട്. എന്താന്ന് മോള് തെളിച്ച് പറയും. നീ എന്താ ഈ പറയാത്തത്? മോളുടെ ഉപ്പയാണ് ചോദിക്കുന്നത്, എന്താ പറ്റിയെന്ന് പറയും, തെളിച്ച് പറയും, പറഞ്ഞാലേ അറിയുള്ളൂ. ഒന്നുമില്ല ഉപ്പ, ഷമീർക്കും ഉമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കണില്ല, എൻ്റെ സമനില ആകെ തെറ്റും. അതുകൊണ്ടാണ് ഉപ്പാനെ വിളിച്ച് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളുടെ സമനില തെറ്റാൻ വേണ്ടി ഇപ്പം എന്താ ഉണ്ടായത്? തെളിച്ച് പറയും. എന്തൊന്നും പറയാത്തത് നിങ്ങള്? ഒന്നുമില്ലപ്പ, ഷമീർക്ക കല്യാണം കഴിച്ചത് തൊട്ട് എന്നോട് നേരമാണ് സംസാരിച്ചിട്ട് പോലുമില്ല, എന്നോട് അത്ര സ്നേഹിച്ചിട്ട് പോലുമില്ല. ഇപ്പം ഈ ഷമീർക്ക പറയാണ്
ഇപ്പോൾ വേറെ രണ്ടാം കെട്ട് കെട്ടണം, വേറെ പെണ്ണിനെ ആയിട്ട് സ്നേഹമാണ്. അത് ഉമ്മാനോട് പറയണത് ഞാൻ കേട്ടുപ്പാ. അതുകൊണ്ടാണ് ഉപ്പാനോട് ഞാൻ വരാൻ പറഞ്ഞത്. എന്ത് ഇത് രണ്ടാം കെട്ടാ? എന്താ നിങ്ങൾ പറയണത്? എൻ്റെ മോളെ ജീവിതം നശിപ്പിച്ചിട്ടാണോ അവൻ രണ്ടാം കെട്ട് കെട്ടാൻ പോയിട്ട്? അതൊന്നും നടക്കണ കേസല്ല. എൻ്റെ മോൾക്ക് എന്തൊരു കുറവ്? എൻ്റെ മോൾ ഉപയോഗിച്ചിട്ട് അവൻ വേറെ കല്യാണം കഴിക്കണം. ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ ഞാൻ വേറെ കല്യാണം കഴിച്ചു കൊടുക്കില്ലേ? എൻ്റെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ, പെങ്ങളുടെ ഒരു മോനല്ലേ ഉള്ളൂ, നന്നായി നോക്കും മറ്റല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു സംഭവം ആകാൻ വേണ്ടിയിട്ടാണോ? നടക്കില്ല. അവനെ വിളിച്ചത് നിങ്ങൾ സെമീർ എവിടവേ? എവിടവേ? ഇത് നടക്കില്ല കേട്ടോ ഒരിക്കലും. ഞാൻ സമ്മതിക്കില്ല. ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുള്ളത്? എൻ്റെ മോള് വെറുതെ അല്ല ഇപ്പോൾ ഇവിടെ നിന്ന് അറിയിക്കണത് അല്ലേ? ഇത് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി എത്ര കാലം സഹിച്ചിട്ടിരുന്നുണ്ടാവും. അവനെ വിളിച്ചാൽ നിങ്ങൾ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ ഇവിടെ നിന്ന്. വിളിക്കുക, അവനെ വിളിക്കും. മാമ വന്ന് അറിഞ്ഞില്ലേ? അവന് വിളിച്ചാൽ രണ്ട് വർത്താനം പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ. ഇങ്ങനെ വിട്ടിട്ട് പോകാനല്ലോ ഞാൻ വന്നത്. എന്താ ഇവിടെ ബഹളം ഇവിടെ? ആ മാമനാ? മാമ ഇപ്പൊ വന്ന്? ആരുടെ നിന്റെ മാമേ? എൻ്റെ മോളെ വയ്യാതരാക്കിയിട്ടാണോ എൻ്റെ വേറെ കല്യാണം കഴിക്കാൻ പോകല്? ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇന്നെ ശരിയാക്കി വന്നിട്ട് ഞാൻ മാമാടെ വിഷമിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു നുള്ളിൽ സ്നേഹം പോലും എൻ്റെ ഭാഗത്തുനിന്ന് അവൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സ് തട്ടണ്ട എനിക്ക് അങ്ങനെയൊക്കെ. ഒരാളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. എനിക്കിഷ്ടമാണ് പെൺകുട്ടീനെ എന്നെ മാമ. ഇതൊക്കെ പെണ്ണ് കാണാൻ വരുമ്പോൾ പറയേണ്ട ഡയലോഗാണ്. ഇപ്പോഴല്ലേ പറയുക വേറെ പെണ്ണ് സ്നേഹം ഉണ്ടെന്ന്. എൻ്റെ പെങ്ങളുടെ മോനായി പോയി. ഇല്ലെങ്കിൽ വേറെ വല്ലവരാണെങ്കിൽ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയായിരുന്നു. മനസ്സിലായില്ലേ? നിന്നൊക്കെ അടിക്കുന്നൂടെ നല്ലത് വേറെ വല്ലവരും അടിക്കായിരുന്നു. എന്നെ പോയിട്ട് വല്ല മതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ചായിരുന്നു ഞാൻ. ഈ പെങ്ങളുടെ മോനായി പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ കാണണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ വിട്ടിട്ട് പോവുകയാണ് ഞാൻ. എൻ്റെ മോളുടെ ജീവിതമേ ഞാൻ അങ്ങനെ വെറുതെ വിട്ടിട്ട് പോകുന്ന കണക്കൂട്ടണ്ട. നീ ആ പെണ്ണായിട്ട് നീ വാഴില്ല. നോക്കിക്കോ, നീ വാഴ എങ്ങനെ നോക്കട്ടെ ഞാൻ. മോളെ കിടക്കാനുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഉപ്പാൻ്റെ കൂടെ പോരെ. ഇവിടെ ഇരുന്നാൽ നിന്നെ കൊല്ലോ അവർ. എൻ്റെ പെങ്ങളുടെ മോനും ഒക്കെ തന്നെ ഒക്കെ സമ്മതിച്ചു. ഇവിടെ ഇരിക്കണ്ട. നീ വാ പോവാ നമുക്ക്. അവരെ എല്ലാവരും കൂടെ ഒത്തുള്ള കളിയാ. മോളിവിടെ ഇരിക്കണ്ട പോരെ. ഞാൻ അതിനാണ് ഉപ്പ വന്നിട്ടുള്ളത്, മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വാ, അവരെങ്ങനെ ജീവിക്കുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. മോളങ്ങോട്ട് വാ.